Hi viewers, now we are going to discuss about the factors affecting perception. This is the continuation of the previous video discussing about factors affecting perception. Already discussed about internal factors affecting perception. Now we are going to discuss about what are the external factors affect perception. The external factors relate to what is to be perceived and situation. These are size, intensity, frequency or repetition, contrast, status, movement. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. ഇനി പെർസെപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് എന്താണ് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചു ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടാണ്, വ്യക്തിയുടെ നീഡ്സ്, ഡിസേർവ്, പേഴ്സണാലിറ്റി, എക്സ്പീരിയൻസ്. പക്ഷേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അങ്ങനെയല്ല. നിരവധി സ്റ്റിമുലി ഉണ്ടാവും, അതിൽ നിന്നും ഏതാണ് പെർസീവ് ചെയ്യേണ്ടുന്നത് അത് തീരുമാനിക്കുക. അപ്പോൾ നിരവധി സ്റ്റിമുലി, അവയിൽ നിന്നും ആ പെർസീവർ ഏതാണ് സ്വീകരിക്കേണ്ടുന്നത് അതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്നുകൂടെ ഉണ്ട്, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ ധാരാളം സ്റ്റിമുലി ഉണ്ടെങ്കിൽ അവയിൽ നിന്ന് ഏത് പെർസീവ് ചെയ്യണം, എങ്ങനെ പെർസീവ് ചെയ്യണം, അതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത. സൈസ്, ഇൻറ്റൻസിറ്റി, ഫ്രീക്വൻസി, കോൺട്രാസ്റ്റ്, സ്റ്റാറ്റസ്, മൂവ്മെൻറ്റ്, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാകും, അവയിൽ നിന്നും ഏതാണ് സ്റ്റിമുലി ആയിട്ട് ഒരു പെർസീവർ സ്വീകരിക്കേണ്ടുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പോൾ അവിടെ ആ സിറ്റുവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. So these are now discussed in detail. Size. The principle of size says that the larger the object, the more is the probability that is perceived. Size attracts the attention of the individual. A full page spread advertisement attracts more attention than a few lines in a classified section. The reason is not difficult to seek. The size establishes dominance and enhances perceptual selection. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സൈസ്. ഒരു ഫുൾ പേജിലൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, പെട്ടെന്ന് ശ്രദ്ധിക്കും. അതുപോലെ വലിയ ഹാർഡിങ്സ്, ഇതെല്ലാം നമ്മൾ എന്താണ് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കും. കാരണം സൈസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ പെർസെപ്ഷനിലും ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിട്ട് മാറിയിരിക്കുന്നത്. നമ്മൾ വളരെ പെട്ടെന്ന് പെർസീവ് ചെയ്യുന്നത് അത് അഡ്വർടൈസ്മെൻറ്റ് വളരെ ഒരു ഫുൾ പേജിൽ നൽകിയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ പെർസെപ്ഷനിലേക്ക് കടന്നു വരുന്ന കാര്യത്തിൽ സൈസ് ഇറ്റ് plays a dominant role. Next, intensity. Intensity is closely related to size. The intensity principle of attention states that the more intense the stimuli, the more likely it is to be perceived. As an example, a loud noise or strong odor will be noticed more than a soft sound or weak odor. Following the intensity principle, the superiors may yell at the subordinates to gain attention. Advertisers also use intensity to attract and gain the consumer's attention. അടുത്തതായിട്ട് ഇൻറ്റൻസിറ്റി. യഥാർത്ഥത്തിൽ സൈസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്ന് തന്നെയാണ് ഇൻറ്റൻസിറ്റിയും. ഇൻറ്റൻസിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരു സ്റ്റിമുലിയുടെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണെങ്കിൽ അത് വളരെ ആൾക്കാരാൽ പെർസീവ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് ഒരു ലൗഡ് നോയ്സ്, ഒരു സ്ട്രോങ് ഓർഡർ,
സ്മെല്ല്, ഇതൊക്കെ പെട്ടെന്ന് എന്താണ് പെർസീവ് ചെയ്യപ്പെടും. സുപ്പീരിയർ ഓഫീസേഴ്സ് ചില സമയങ്ങളിൽ സബോർഡിനേറ്റ്സിൻ്റെ നേരെ ഒച്ചയെടുത്ത് ബഹളം വെച്ച് എന്താണ് ചില കാര്യങ്ങൾ പറയും. പലതവണ പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ പിന്നീട് ശബ്ദമെടുത്ത് സംസാരിക്കും, അവരുടെ ശ്രദ്ധ കിട്ടുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാമായി ഇൻറ്റൻസിറ്റി കൊണ്ടാണ് മറ്റുള്ളവർ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പെർസെപ്ഷനിൽ ഇൻറ്റൻസിറ്റിക്കും ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. ഇവിടെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ മറ്റൊരു കാര്യം എടുക്കാം. അവിടെ ഇൻറ്റൻസിറ്റി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വളരെ ചില അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടില്ലേ, ഇൻറ്റൻസീവായിട്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കുന്ന മ്യൂസിക് ആണെങ്കിലും അതിനകത്ത് ഉപയോഗിക്കുന്ന കളറാണെങ്കിലും ഇൻറ്റൻസിറ്റി കൂടിയതാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇത്തരത്തിൽ അഡ്വർടൈസിങ്ങിനകത്തും ഈ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഫ്രീക്വൻസി ഓർ റെപ്പറ്റീഷൻ. The repetition principle states that a repeated external stimulus is more attention-getting than a single one. It is for this reason that advertisers go for repetitions, advertising to gain the customer's attention to their product. ഫ്രീക്വൻസി അല്ലെങ്കിൽ റെപ്പറ്റീഷൻ എന്ന് വെച്ചാൽ എന്താണ്? വളരെ തവണ ഒരു പരസ്യമൊക്കെ കാണിക്കുകയാണ്, നമുക്ക് പറയാം അഡ്വർടൈസ്മെൻറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് കാണിക്കുന്നു, റെപ്പറ്റേറ്റീവായിട്ട് കാണിക്കുന്നു. അപ്പോൾ എന്തിനാണത്? ചില പുതിയ പ്രോഡക്റ്റിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എപ്പോൾ ടി വി ഓൺ ചെയ്താലും അത് തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് ആ ഫ്രീക്വൻ്റായിട്ട് റെപ്പറ്റേറ്റീവായിട്ട് ആ പരസ്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? അത് കൺസ്യൂമേഴ്സിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റുവാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ തുടർച്ചയായിട്ട് കണ്ട് എല്ലാവരുടെ മനസ്സിലും ആ പ്രോഡക്റ്റിന് ഒരു സ്ഥാനം കിട്ടും, ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവും. അപ്പോൾ അതാണ് റെപ്പറ്റീഷൻ പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ റെപ്പറ്റേറ്റീവായിട്ട് ഒരു പരസ്യം കാണുമ്പോൾ അത് നമ്മൾ പെർസീവ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഫ്രീക്വൻസിയും റെപ്പറ്റേഷനും പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. Frequency or repetition. The repetition principle states that a repeated external stimulus is more attention-getting than a single one. It's for this reason that advertisers go for repetitions, advertising to gain the customer's attention to their product. അടുത്തതായി ഫ്രീക്വൻസി ഓർ റെപ്പറ്റീഷൻ. ചില പരസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കമ്പനികൾ അവയെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ ചാനലുകളും കാണിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും പുതിയ പ്രോഡക്റ്റ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോൾ ടി വി ഓൺ ചെയ്താലും ഏത് ചാനലിലും ആ പരസ്യം, ഏതൊരു പ്രോഗ്രാമിനിടയിലും ആ പരസ്യം ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണത്? ഫ്രീക്വൻ്റായിട്ട് റെപ്പറ്റേറ്റീവായിട്ട് ഇങ്ങനെ പരസ്യങ്ങൾ കാണുമ്പോൾ അത് കൺസ്യൂമേഴ്സിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റും. കാണുന്നവരെല്ലാം മനസ്സിൽ ആ പ്രോഡക്റ്റ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ കാണുന്നവരുടെ എല്ലാം മനസ്സിൽ ആ പ്രോഡക്റ്റ് നിൽക്കും. അവർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ഓർമ്മയിൽ നിന്നും അത് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കും. അറിയാതെ അത് ഓർമ്മയിലേക്ക് വരും, ആ ഒരു പ്രോഡക്റ്റിൻ്റെ പരസ്യം. അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് കാണുമ്പോഴെങ്കിലും നല്ല പരിചയം തോന്നിക്കും, കാരണം പലതവണ ഇങ്ങനെ പരസ്യം കണ്ടതല്ലേ. അപ്പോൾ ഇതാണ് റെപ്പറ്റീഷൻ പ്രിൻസിപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഫ്രീക്വൻ്റായിട്ട് വളരെയധികം റെപ്പറ്റേറ്റീവായിട്ട് കാണുന്ന വസ്തുക്കളെ പെർസീവ് ചെയ്യും. അതാണ് റെപ്പറ്റീഷൻ പ്രിൻസിപ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി അല്ലെങ്കിൽ റെപ്പറ്റീഷൻ എന്നിവയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള, പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, കോൺട്രാസ്റ്റ്. As per contrast principle, the external stimuli which stands out against the background will receive more attention. For example, plant safety signs. നമുക്കിനി കോൺട്രാസ്റ്റ് എന്താണെന്ന് നോക്കാം. ഒരു
കോൺട്രാസ്റ്റ് കളറിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അത്തരത്തിലുള്ള എക്സ്റ്റേണൽ സ്റ്റിമുലി അത് കാണുന്ന ആൾക്കാരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ പര്യാപ്തമാണ്. പ്ലാന്റ് സേഫ്റ്റി സയൻസ് എല്ലാം ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ്. പ്ലാന്റ് സേഫ്റ്റി സൈൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന ഒരു യൂണിറ്റിലേക്ക്, ഒരു ഫാക്ടറിയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ അവിടെ എല്ലാം സൈൻ ബോർഡുകൾ കാണാം. അപ്പോൾ അതെല്ലാം തന്നെയും ഈ കോൺട്രാസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് വെച്ചിരിക്കുന്നത്. ഒരു ലൈറ്റ് കളേർഡ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ വളരെയധികം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലോ ഒരു കടുത്ത കളർ കൊണ്ട് എന്തെങ്കിലും ഒന്ന് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കും. കാരണം യെല്ലോ കളറെന്ന് വെച്ചാൽ അതിനകത്ത് മറ്റേത് കളർ കൊണ്ട് എഴുതിയാലും പെട്ടെന്ന് ശ്രദ്ധിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിൽ വളരെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളരെ കടുത്ത കളർ കൊണ്ടൊക്കെ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടും എന്നതിൻ്റെ ബേസിസിൽ അത് കോൺട്രാസ്റ്റ് പ്രിൻസിപ്പിളിനൊരു എക്സാമ്പിളാണ്. ഒരേ കളറിൽ തന്നെയാണെങ്കിലും ബാക്ക്ഗ്രൗണ്ടും അതിനകത്ത് എഴുതിയിരിക്കുന്നതും ഒരേ കളറാണെങ്കിൽ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അത്തരത്തിൽ കോൺട്രാസ്റ്റ് കളറിലുള്ള സൈൻ ബോർഡുകൾ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. കോൺട്രാസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഒരു എക്സാമ്പിളാണത്. മോർ അറ്റൻഷൻ ആൻഡ് മോർ അട്രാക്റ്റിംഗ് ആയിട്ട് കാണുന്നവർക്കത് ഫീൽ ചെയ്യും. Status held by an individual also influences perception about things or events. Researchers suggest that people with high status often exert more influence on the perception of an individual as compared to those holding low status. അടുത്തതായി എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ വരുന്ന ഒന്നാണ് സ്റ്റാറ്റസ്. ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിക്കാം. അതെങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് കൊണ്ട് ആ സ്റ്റാറ്റസാണ് മറ്റൊരു വ്യക്തിയുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അവിടെയാണ് പെർസെപ്ഷനും സ്റ്റാറ്റസും തമ്മിൽ റിലേറ്റഡ് ആവുന്നത്. അപ്പോൾ ഒരു അതോറിറ്റി ആണെങ്കിൽ ആ രീതിയിലാണ് അവിടെയുള്ള ആൾക്കാർ ആ വ്യക്തിയെ പെർസീവ് ചെയ്യുന്നത്. അത് അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരു പേഴ്സണെ ആ രീതിയിലാണ് അവിടെയുള്ള ആൾക്കാർ പെർസീവ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്ന പെട്ടെന്ന് കേൾക്കും, പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവർ ഹൈ സ്റ്റാറ്റസ് ഉള്ള അത്ര ഹയർ ഒഫീഷ്യൽസിനെ ഹയർ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരായിട്ടാണ് അവിടുത്തെ സബോർഡിനേറ്റ്സ് കാണുന്നത്. അപ്പോൾ ഒരു കമ്പനിയിലാണെങ്കിലും വർക്കേഴ്സ് അവിടുത്തെ എക്സിക്യൂട്ടീവ് ലെവലിലുള്ള മാനേജേഴ്സ് അവർ പറയുന്നത് പെട്ടെന്ന് ശ്രദ്ധിക്കും. കാരണം അവരെ എക്സിക്യൂട്ടീവ് ലെവലിലുള്ള മാനേജേഴ്സിനെ വർക്കേഴ്സ് ആ രീതിയിലാണ് പെർസീവ് ചെയ്ത് വച്ചിരിക്കുന്നത്. അവർ ഹൈ സ്റ്റാറ്റസ് ഉള്ളവരാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹൈ സ്റ്റാറ്റസ് മറ്റുള്ളവരുടെ പെർസെപ്ഷനിലേക്ക് ചെന്നെത്തുവാനുള്ള ഒരു എളുപ്പമാർഗമാണ്. ഇനി ലോ സ്റ്റാറ്റസ് ഉള്ളവർക്കാണെങ്കിൽ അത്ര എളുപ്പം അത് സാധ്യമല്ല. അപ്പോൾ ഒരു വർക്കറും മറ്റൊരു വർക്കറും സെയിം സ്റ്റാറ്റസ് തന്നെയാണ്. അപ്പോൾ ആ പെർസെപ്ഷനിലേക്ക് അത്രയധികം ഒരാൾക്ക് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, പെർസെപ്ഷൻ എന്ന രീതിയിൽ. അപ്പോൾ ഈ രീതിയിലാണ് സ്റ്റാറ്റസും പെർസെപ്ഷനും പരസ്പരം റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അതായത് ഹൈ സ്റ്റാറ്റസിൽ ഉള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ പെർസെപ്ഷനിലേക്ക് പെട്ടെന്ന് ചെന്നെത്തുവാൻ സാധിക്കും ഒരു ലോ സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയെക്കാട്ടിലും. അതുമാത്രവുമല്ല, ഹൈ സ്റ്റാറ്റസ് ഉള്ള വ്യക്തിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും കഴിയും. ആ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്, അവരുടെ പെർസെപ്ഷനിലേക്ക് ചെന്നെത്തുവാൻ വളരെ പെട്ടെന്ന് കഴിയുന്നത് കൊണ്ടാണ്. ഹൈ സ്റ്റാറ്റസിലുള്ള ഒരു വ്യക്തി പറയുന്നത് വളരെ പെട്ടെന്ന് പെർസീവ് ചെയ്യും അവിടെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
Next, movement. The movement principle says that people pay more attention to a moving object than the stationary ones. People will be attracted more by a running train than one standing on the platform. It's an example for മൂവ്മെൻറ്റ് പ്രിൻസിപ്പിൾ. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ അടുത്തതാണ് മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ഒരു മൂവ് ചെയ്യുന്ന ട്രെയിൻ, നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കും, ട്രെയിനിനകത്ത് മൂവ് ചെയ്യുന്ന ഒരു ട്രെയിൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. അത്രയും നേരം അവിടെ ഇട്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് നമ്മളങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതാണ് മൂവ്മെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ ഒരു പ്രത്യേകത. അഡ്വർടൈസ്മെൻറ്റിനകത്തും അതുണ്ട്. മൂവ് ചെയ്യുന്ന ചില അഡ്വർടൈസ്മെൻ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇലക്ട്രിക് ബൾബുകൾ ഉപയോഗിച്ചിട്ടൊക്കെ കാണിക്കുന്ന ചില പരസ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ അത്തരം പരസ്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. അതിങ്ങനെ മൂവ് ചെയ്യുകയാണ്, ലെറ്റേഴ്സ് ഇങ്ങനെ ആ ലൈറ്റ് അനുസരിച്ച് അത് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഇതാണ് മൂവ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ വളരെ പെട്ടെന്ന് അത് കാണുന്നവരുടെ പെർസെപ്ഷനിലേക്ക് എത്തുവാനായിട്ട് കഴിയും. Today's assignment question: what are the factors affecting perception?